വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈവേർഷൻ ഹെഡ് വർക്കിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് നോക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് ഹെഡ് വർക്ക് എന്ന് അറിഞ്ഞിരിക്കണം. ഹെഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു ഹൈഡ്രോളിക് സ്ട്രക്ചറാണ്. ഇപ്പോൾ നമ്മുടെ റിവർ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ റിവറിൽ നിന്നുള്ള വാട്ടർ കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ കനാലിലോട്ട് കടത്തി വിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഹെഡ് വർക്ക്സ് ചെയ്യുന്നത്. ഈ ഹെഡ് വർക്ക്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത്: സ്റ്റോറേജ് ഹെഡ് വർക്കും ഡൈവേർഷൻ ഹെഡ് വർക്കും. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്താണെന്ന് നോക്കാം. ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ വാലി ടു ഫോം സ്റ്റോറേജ് റിസർവോയർ നോൺ ആസ് സ്റ്റോറേജ് ഹെഡ് വർക്ക്. അപ്പോൾ മെയിനായിട്ട് സ്റ്റോറേജ് ഹെഡ് വർക്ക്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡാമാണ്. ഡാം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, റിവറിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്ന പോർഷൻ റിസർവോയർ എന്നാണ് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ സ്റ്റോറേജ് ഹെഡ് വർക്കിൽ പറയുന്നത്. അതുപോലെ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ, റിസർവോയറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ കനാലിലോട്ട് നമ്മൾ കനാൽ റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്ത് തന്നെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ഇറിഗേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ മറ്റ് മൾട്ടി പർപ്പസ് ഫംഗ്ഷൻസിന് വേണ്ടിയോ നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഈ റിസർവോയറിലെ വാട്ടർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, ഫ്ലഡ് കൺട്രോൾ, ഫിഷറീസ്, അപ്പോൾ ഇതുപോലെ മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് വാട്ടർ എന്നല്ല, സ്റ്റോറേജ് ഹെഡ് വർക്ക്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് ആണ്. ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഉള്ളത് വിയർ ആൻഡ് ബാരേജ് ആണ്. അപ്പോൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട വിയർ ആൻഡ് ബാരേജ് ആണ്. അപ്പോൾ വിയർ ആൻഡ് ബാരേജ് എന്ന് പറയുമ്പോൾ ഇതും നമ്മുടെ റിവറിന് അക്രോസ് ആയിട്ട് തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിൽ ഈ വാട്ടറിൻ്റെ ഫ്ലോയെ നമ്മൾ റൈസ് ചെയ്യിപ്പിക്കും, അപ്സ്ട്രീം സൈഡിൽ റൈസ് ചെയ്യിപ്പിക്കും. റൈസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. സോ വിയർ എന്ന് പറയുമ്പോഴത്തേക്കും ബാരേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു സോൾഡ് ഒബ്സ്ട്രക്ഷൻ ആണ്. വിയർ എന്ന് പറഞ്ഞാലും ബാരേജ് എന്ന് പറഞ്ഞാലും ഒരു സോൾഡ് ഒബ്സ്ട്രക്ഷൻ ആണ്. പ്രത്യേകിച്ച് വിയർ എന്ന് പറയുമ്പോൾ ഒരു സോൾഡ് ഒബ്സ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ പൊതുവേ വാട്ടർ ഈ അപ്സ്ട്രീം ലെവലിൽ റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ ബാരേജിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, വിയറിലെന്ന് പറയുമ്പോഴത്തേക്കും ഗേറ്റ് കാണത്തില്ല, ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാരേജിൽ ഗേറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിയർ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്, സോൾഡ് ഒബ്സ്ട്രക്ഷൻ ആണ് നമുക്ക് പറയാം, വാട്ടർ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ബാരേജ് എന്ന് പറയുമ്പോൾ എ വിയർ വിത്ത് ഗേറ്റ് ഓഫ് ഇൻക്രീസിങ് ആൻഡ് പ്രോപ്പർ കൺട്രോൾ വാട്ടർ ലെവൽ. That's the difference of weir and barrage. നോക്കാം, weir or barrage is constructed across a perennial river to rise water level and to divert the water to canal is known as diversion head work. Flow of water in the canal is controlled by canal head regulators. Then next slide. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണെന്ന് നോക്കാം. ഇറ്റ് റൈസസ് ദി വാട്ടർ ലെവൽ ഓൺ ഇറ്റ്സ് അപ്സ്ട്രീം സൈഡ്. ഇറ്റ് റെഗുലേറ്റ്സ് ദി സപ്ലൈ ഓഫ് വാട്ടർ ഇൻ ടു കനാൽ. ഇറ്റ് കൺട്രോൾസ് ദി എൻട്രി ഓഫ് സിൽറ്റ് ഇൻ ടു കനാൽസ്. ഇറ്റ് ക്രിയേറ്റ് എ സ്മോൾ പോണ്ട്സ് ഓൺ ഇറ്റ്സ് അപ്സ്ട്രീം ആൻഡ് പ്രൊവൈഡ്സ് സം പോണ്ടേജ്. ഇറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ ഫ്ലക്ച്വേഷൻസ് ഓഫ് വാട്ടർ ഇൻ റിവർ ഡ്യൂറിംഗ് ഡിഫറെൻറ്റ് സീസൺ. പൊതുവേ നമ്മൾ അപ്സ്ട്രീം സൈഡിലെ വാട്ടറിൻ്റെ ലെവൽ റൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ കനാലിലോട്ടുള്ള വാട്ടറിൻ്റെ സപ്ലൈ റെഗുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സിൽറ്റ് കനാലിലോട്ട് എൻട്രി ചെയ്യാണ്ടിരിക്കണം. അതുപോലെ നമ്മുടെ ഈ റിസർവോയർ അല്ലാതെ തന്നെ ചെറിയ ചെറിയ പോണ്ട്സ് നമ്മൾ അപ്സ്ട്രീം സൈഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ സം പോണ്ടേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. വാട്ടറിൽ ഡിഫറെൻറ്റ് സീസൺ ആകുമ്പോൾ വാട്ടറിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പറയുന്ന ഡൈവേർഷൻ ഹെഡ് വർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡൈവേർഷൻ ഹെഡ് വർക്ക് ഫ്ലക്ച്വേഷനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സൈറ്റ് സെലക്ഷൻ ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സൈറ്റ് സെലക്ഷനിൽ നോക്കേണ്ടതെന്ന് നോക്കാം. ദ റിവർ സെക്ഷൻ അറ്റ് ദി സൈറ്റ് ഷുഡ് ബി നാരോ ആൻഡ് വെൽ ഡിഫൈൻഡ്. The river should have high well-defined inerodable and non-submersible banks so that the cost of river training works is minimum. The canals taking off from the diversion head works should be quite economical and should have a large commanded area. അപ്പോൾ ഇതിൽ വേറൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു റിവർ സെക്ഷൻ അടുത്തൊക്കെ സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നാരോ ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇറോഡബിൾ അല്ലെങ്കിൽ നോൺ സബ്മേഴ്സിബിൾ ബാങ്ക്സ് ആയിരിക്കണം വേണ്ടത്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ റിവർ ട്രെയിനിങ് വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കുറഞ്ഞിരിക്കത്തുള്ളൂ. നമ്മൾ എപ്പോഴും എക്കണോമിക്കൽ ആവണമെങ്കിൽ ഈ കോസ്റ്റ് കുറഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ലാർജ് കമാൻഡഡ് ഏരിയ നമുക്ക് ആവശ്യമാണ്. There should be suitable arrangement for the diversion of river during construction.
The site should be such that the weir or barrage can be aligned at right angles to the direction of flow in the river. There should be suitable location for the under sluices, head regulators and other components of the diversion head work. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഇതെല്ലാം പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന വിയറും ബാരേജും കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഫ്ലോ എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റിൽ റൈറ്റ് ആംഗിൾസ് ബേസ് ചെയ്തായിരിക്കണം വിയർ ആൻഡ് ബാരേജ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ എടുക്കാൻ പറയുന്നതിന് കാരണം അണ്ടർ സ്ലൂയിസസ്, ഹെഡ് റെഗുലേറ്റേഴ്സ്, അതുപോലെ തന്നെ ഡൈവേർഷൻ ഹെഡ് വർക്കിലുള്ള കമ്പോണൻസ് എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ലൊക്കേഷൻ കൂടെ കറക്റ്റ് ആവുന്ന രീതിയിലായിരിക്കണം. Next point, the diversion headworks should not submerge to costly land and property on its upstream. Good foundation should be available at the site. The required materials of construction should be available near the site. The site should be easily accessible by road or rail. The overall cost of the project should be minimum. സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫൗണ്ടേഷൻ നമുക്ക് നല്ല അത്രയും സ്ട്രോങ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം സൈറ്റ്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് കൊണ്ടുവരാനായാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും അതുപോലെ അവൈലബിലിറ്റി ആയാലും നമ്മുടെ റോഡ്, റെയിൽ ഇതിൻ്റെയൊക്കെ അടുത്ത് വരുന്ന രീതിയിലുമൊക്കെ ആവണം നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ കോസ്റ്റ്, ഓവറോൾ കോസ്റ്റ് നോക്കുമ്പോൾ മിനിമം നിൽക്കത്തക്ക രീതിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അത് ഇതെന്നല്ല, ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെ കമ്പോണൻസ് ആണ് ഡൈവേർഷൻ ഹെഡ് വർക്കിന് ഉള്ളതെന്ന് നോക്കാം. വിയർ ഓർ ബാരേജ്, under sluices, divide wall, fish ladder, canal head regulator, silt excluder അല്ലെങ്കിൽ സിൽറ്റ് പ്രിവെൻഷൻ ഡിവൈസസ്, റിവർ ട്രെയിനിങ് വർക്ക്സ്. അതിൽ തന്നെ മാർജിനൽ ബൺസ് ആൻഡ് ഗേറ്റ് ബാങ്ക്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ അതിലുള്ള കമ്പോണൻസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ലേഔട്ട് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉള്ള പോർഷൻസ് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു പോവാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷനാണ്, പക്ഷേ ആ ഒരു എക്സ്പ്ലനേഷനോടുകൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഗേറ്റ് ബാങ്ക്. ഫസ്റ്റ് പറയാൻ പോകുന്ന ഗേറ്റ് ബാങ്ക്. ഗേറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, ഗൈഡ് ചെയ്യുക. നമ്മുടെ വാട്ടറിൻ്റെ ഫ്ലോ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗേറ്റ് ബാങ്ക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ കാണും. അപ്പോൾ ഈ ഹൈഡ്രോളിക് സ്ട്രക്ചർ കാണുമെന്ന് ഉദ്ദേശിച്ച് ഫോർ എക്സാമ്പിൾ ഒരു ബ്രിഡ്ജ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറിന് പ്രോബ്ലം ഒന്നും വരാത്ത രീതിയിൽ ഫ്ലോയെ ഗൈഡ് ചെയ്ത് വിടുന്നതിനെയാണ് നമ്മൾ ഗേറ്റ് ബാങ്ക് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗേറ്റ് ബാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനാണ്. വെള്ളത്തിനെ അല്ലെങ്കിൽ നമ്മുടെ വാട്ടറിൻ്റെ ഫ്ലോ ഗൈഡ് ചെയ്ത് വിടുക. അതുപോലെ ഗേറ്റ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടറിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷന് പാരലൽ ആയിട്ടായിരിക്കണം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഗേറ്റ് ദി റിവർ ഫ്ലോ പാസ്റ്റ് എ ബ്രിഡ്ജ് ഓർ എനി അതർ ഹൈഡ്രോളിക് സ്ട്രക്ചർ വിതൗട്ട് കോസിംഗ് ഡാമേജ് ടു ദി വർക്ക് ആൻഡ് ഇറ്റ്സ് അപ്രോച്ചസ്. ഗേറ്റ് ബാങ്ക്സ് ആർ കൺസ്ട്രക്റ്റഡ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ. സെക്കൻഡ് പറയാൻ പോകുന്നത് മാർജിനൽ ബൺസ് ആണ്. മാർജിനൽ ബൺസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എംബാക്ക്മെൻറ്റിൻ്റെ ബേസ് ചെയ്ത് വരുന്നതാണ് മാർജിനൽ ബൺസ് എന്ന് പറയുന്നത്. ഫ്ലഡ് വാട്ടറൊക്കെ അകത്തോട്ട് കയറാണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പൊതുവെ മാർജിനൽ ബൺസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മളിനി മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് കനാൽ ഹെഡ് റെഗുലേറ്റർ ആണ്. കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫ്ലോ മാത്രമല്ല, നമ്മുടെ കനാലിലോട്ടുള്ള സിൽറ്റിൻ്റെ എൻട്രി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും അതുപോലെ റിവർ ഫ്ലഡിനെയൊക്കെ കനാലിലോട്ട് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലടുത്ത് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ അണ്ടർ സ്ലൂയിസസ് ആണ്. അണ്ടർ സ്ലൂയിസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, വിയർ ബാരേജിന് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ് അണ്ടർ സ്ലൂയിസസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ അണ്ടർ സ്ലൂയിസസിനെ നമ്മൾ സ്കോറിംഗ് സ്ലൂയിസസ് എന്നുകൂടെ പറയുന്നുണ്ട്. സ്കോറിംഗ് സ്ലൂയിസസ് അപ്പോൾ പറഞ്ഞു, ഇത് വിയർ അല്ലെങ്കിൽ ബാരേജിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ബേസിസിലുള്ള ഒരു ഓപ്പണിങ്ങിനെയാണ് അണ്ടർ സ്ലൂയിസസ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ഗേറ്റ്സ് കൂടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഓപ്പണിങ്ങിൽ. നോർമലി ഈ ഗേറ്റ്സ് ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ സിൽറ്റൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അത് നിറയുന്ന സമയത്തായിരിക്കും നമ്മൾ ഗേറ്റ്സ് ഓപ്പൺ ചെയ്യുന്നത്. ദെൻ വീണ്ടും ക്ലോസ്ഡ് സ്റ്റേറ്റിലായിരിക്കും വരുന്നത്.
ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡിവൈഡ് വാൾ ആണ്. സോ ഡിവൈഡ് വാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡ് വാൾസ് കൊടുക്കുന്നത്. ഇതിൽ റെഗുലേറ്റ് ചെയ്യാൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വരുന്ന വാട്ടറിൻ്റെ വെലോസിറ്റീനെ നമ്മൾ റെഡ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള സിൽറ്റ് അവിടെ ഡെപ്പോസിറ്റ് ആവും, പെട്ടെന്ന് തന്നെ അതിൻ്റെ സിൽറ്റ് ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ ഡെപ്പോസിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവൈഡ് വാൾസ് യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ടേം ഫിഷ് ലാഡർ ആണ് വരുന്നത്. ഈ ഫിഷ് ലാഡർ എന്ന് പറഞ്ഞാലും കാണുമ്പോൾ തന്നെ അറിയാം, ഡിവൈഡ് വാളിന് അടുത്ത് വരുന്ന പോർഷനാണ് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. അതിൽ ഡിവൈഡ് വാൾ നമ്മൾ ഈ വിയറും ബാരേജും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അറിയാം, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിവൈഡ് വാൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ അതിന് തൊട്ടടുത്താണ് ഫിഷ് ലാഡർ വരുന്നത്. ഫിഷ് ലാഡർ എന്ന് പറഞ്ഞാൽ ഫിഷിൻ്റെ ഈസി പാസേജിന് വേണ്ടിയിട്ടാണ് ഫിഷ് ലാഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രീ മൂവ്മെൻറ്റ്സ് അതിന് വേണ്ടിയിട്ടാണ് ഫിഷ് ലാഡർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ്, സിൽറ്റ് എക്സ്ക്ലൂഡർ മാത്രമല്ല സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 2 മെത്തേഡ് ഉണ്ട്, സിൽറ്റ് എക്സ്ക്ലൂഡറും സിൽറ്റ് ഇജക്ടറും. അപ്പോൾ അതിൽ സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സിൽറ്റ് കനാലിലോട്ട് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിൽ സിൽറ്റ് എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കനാലിന് സിൽറ്റ് എൻട്രി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ റിവർ ബെഡിൽ ഇൻഫ്രണ്ട് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കനാലിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ. കനാൽ ഹെഡ് റെഗുലേറ്റർ അല്ല, സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ് ആണ്. അതുപോലെ ഇനി അതിൽ രണ്ടാമത് പറയുന്നത് സിൽറ്റ് ഇജക്ടർ ആണ്. സിൽറ്റ് ഇജക്ടറെ നമ്മളെ സിൽറ്റ് എക്സ്ട്രാക്ടേഴ്സ് എന്നുകൂടെ പറയുന്നുണ്ട്. ഇനി ഇതിൽ ആ എൻട്രി പോർഷനിൽ ഇത് വച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കുറച്ച് സിൽറ്റ് നമുക്ക് അകത്ത് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ അകത്ത് കടന്ന സിൽറ്റിനെ ഇത് ഇജക്റ്റ് ചെയ്യും, സോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പോൾ അതിനെയാണ് സിൽറ്റ് ഇജക്ടർ അല്ലെങ്കിൽ സിൽറ്റ് എക്സ്ട്രാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് റിവർ ട്രെയിനിങ് വർക്ക്സ് ആണ്. റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗേറ്റ് ബൺസ്, മാർജിനൽ ബൺസ്, അതുപോലെ തന്നെ ഗ്രോയിൻസ് ആണ്. അപ്പോൾ ഗ്രോയിൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കാം. ഇനി നമുക്കിതെല്ലാം ഡീപ്പായിട്ടൊന്ന് നോക്കാം. വിയർ. അപ്പോൾ വിയർ ഞാൻ എന്താണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ കാണും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. നോർമലി ദ വാട്ടർ ലെവൽ ഓഫ് എനി പെർണിയൽ റിവർ ഇൻ such that it cannot be diverted to the irrigation canal. The bed level of the canal may be higher than the existing water level of the river. In such cases, weir is constructed across the river to raise the water level. Surplus water pass over the crest of weir. Adjustable shutters are provided on the crest to raise the water level to some required height. The next one, barrage. When the water level on the upstream side of weir is required to the rise to different levels at a different time, barrage is constructed. Barrage is an arrangement of adjustable gates or shutters at different tiers over the weirs. അപ്പോൾ ഇനി ബാരേജിൻ്റെയും വിയറിൻ്റെയും ബാരേജും വിയറിലും ഉള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്നാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ബാരേജ് ലോ സെറ്റ് ക്രസ്റ്റ് ആണ്, വിയർ ഹൈ സെറ്റ് ക്രസ്റ്റ്. ബാരേജ് പോണ്ടിങ് ഈസ് ഡൺ ബൈ മീൻസ് ഓഫ് ഗേറ്റ്സ്. അതിൻ്റെ പോണ്ടിങ് ചെയ്യുന്നത് ഗേറ്റ്സ് ബേസ് ചെയ്താണെങ്കിൽ, വിയറിലെന്ന് പറയുമ്പോൾ ആ റേസ്ഡിനെ അതായത് അത് ചെയ്യുന്നത് ക്രസ്റ്റ് എഗെയിൻസ്റ്റ് റേസ്ഡ് ക്രസ്റ്റ്, അതല്ല എങ്കിൽ പാർട്ട്ലി എഗെയിൻസ്റ്റ് ക്രസ്റ്റ്, അതുമല്ല എങ്കിൽ പാർട്ട്ലി ബൈ ഷട്ടേഴ്സ് ആണ്. ഇനി എൻറ്റയർ ലെങ്തിലും ബാരേജിൽ ഗേറ്റഡ് ആയിരിക്കും, വിയേഴ്സിൽ ഷട്ടേഴ്സ്, അതും പാർട്ട്ലി ലെങ്തിലായിരിക്കും ഷട്ടേഴ്സ് വരുന്നത്. ബാരേജിൽ ഗേറ്റ്സ് ആർ ഓഫ് ഗ്രേറ്റർ ഹൈറ്റ് ആയിരിക്കും, പക്ഷേ വിയറിൽ വരുമ്പോൾ ഷട്ടേഴ്സ് സ്മോൾ ഹൈറ്റിലാണ് വരുന്നത്, അറൗണ്ട് 2 മീറ്ററിലായിരിക്കും വരുന്നത്. ബാരേജിൽ റിവർ ഫ്ലോയെ പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ വിയറിൽ അത് പറ്റത്തില്ല. നോ കൺട്രോൾ ഓഫ് റിവേഴ്സ് ഇൻ ലോ ഫ്ലഡ്സ്. ബാരേജിൽ ഹൈ ഫ്ലഡ്സ് ക്യാൻ ബി പാസ്ഡ് വിത്ത് മിനിമം എഫ്ലക്സ്. ഒരു മിനിമം എഫ്ലക്സിൽ ഹൈ ഫ്ലഡ്സ് പാസ് ചെയ്ത് പോകാൻ പറ്റും, പക്ഷേ വിയറിലെന്ന് പറയുമ്പോൾ എക്സസീവ് ആയിട്ടുള്ള എഫ്ലക്സ് ആയിരിക്കും വരുന്നത് ഹൈ ഫ്ലഡ്സിൽ. അടുത്ത ബാരേജ് ലെസ് സിൽറ്റിംഗ് അപ്സ്ട്രീം ഡ്യൂ ടു ലോ സെറ്റ് ഓഫ് ക്രസ്റ്റ് ആണെങ്കിൽ, വിയറിൽ റൈസ്ഡ് ക്രസ്റ്റ് കോസസ് സിൽറ്റിംഗ് അപ്സ്ട്രീം. ബാരേജ് ലോങ്ങർ കൺസ്ട്രക്ഷൻ പീരീഡ്, വിയർ ഷോർട്ടർ കൺസ്ട്രക്ഷൻ പീരീഡ് ആണ്. ബാരേജ് സിൽറ്റ് റിമൂവൽ ഈസ് ഡൺ ത്രൂ അണ്ടർ സ്ലൂയിസസ്, വിയർ നോ മീൻസ് ഫോർ സിൽറ്റ് ഡിസ്പോസൽ. ബാരേജ് കോസ്റ്റ്ലി സ്ട്രക്ചർ ആണെങ്കിൽ, വിയർ റിലേറ്റീവ്ലി ചീപ്പർ സ്ട്രക്ചർ. അപ്പോൾ ഇത്രയും കമ്പാരിസൺ നിങ്ങൾ നോക്കി വെച്ചിരുന്നാലും മതി. വിയറും ബാരേജും സെപ്പറേറ്റ് പഠിച്ച സമയം കളയാതെ ഈ ഒരു എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളത് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റും, തിയറി ബേസിസ് വന്നാൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ കമ്പോണൻസിൻ്റെ തന്നെ
കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. Under sluices is also known as scoring sluices. The under sluices are the opening provided at the base of the weir or barrage. These openings are provided with the adjustable gates. Normally the gates are kept closed. The suspended silt goes on depositing in front of the canal head regulators. When the silt deposition becomes appreciable, the gates are opened and the deposited silt is loosened with an agitator mounting on a board. The muddy water flows towards the downstream through the scoring sluices. The gates are then closed, but at the period of a flood, the gates are kept opened. ഇതാണ് under sluices in the figure. Next term, divide wall. The divide wall is a long wall constructed at right angles in the weir or barrage. It may be constructed with stone masonry or cement concrete. On the upstream side, the wall is extended just to cover the canal head regulators, and on the downstream side, it is extended up to the launching apron. Fish ladder. Fish ladder is provided just by the side of the divide wall for the free movement of fishes. Rivers are important source of fishes. The tendency of fish is to move from upstream to downstream in winters and from downstream to upstream in monsoon. This movement is essential for their survival. Due to construction of weirs or barrages, this movement gets obstructed and is detrimental to the fishes. ഇതാണ് ഫിഷ് ലാഡർ. Next term, canal head regulators. A structure which is constructed at the head of the canal to regulate the flow of water is known as canal head regulator. It consists of a number of piers which divide the total width of the canal into the number of spans which are known as bights. The piers consist of a number of ties which are adjustable gates are placed. Main functions of canal head regulators. It regulates the supply of water entering the canal. It controls the entry of silt in the canal. It prevents the river floods from entering the canals. Next term, silt regulation work. Silt regulation work. The entry of silt into canal which take off from headworks can be reduced by constructed certain special works called silt control work. The silt control works are mainly two types: silt excluders, silt ejectors. Next, river training works. River training works are required near the weir site in order to ensure smooth and an axial flow of water and thus prevent the river from outflowing works due to the change in its courses. The river training works required on a canal works are gate banks, marginal bunds, spurs or groins. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഇത്രയും ഞാൻ വായിച്ചു പോയതേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ഇതേ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഒരു ഫിഗർ കാണിച്ച് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് എഴുതാൻ കണക്കിനുള്ള ഒരു നോട്ട് സെറ്റ് ചെയ്തതേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്ന റിവർ ട്രെയിനിങ് വർക്ക്സ്. റിവർ ട്രെയിനിങ് വർക്ക്സ് നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. റിവർ ട്രെയിനിങ് വർക്ക്സിൽ ആദ്യം പറയുന്ന ഗേറ്റ് ബാങ്ക്സ് ആണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗേറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗേറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ ഗേറ്റ് ബൺസ് എന്ന് നമുക്കിതിനെ പറയാം. ഗേറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ ഗേറ്റ് ബൺസ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. വാട്ടറിൻ്റെ ഫ്ലോ, ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വാട്ടർ ഫ്ലോ ഗൈഡ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗേറ്റ് ബൺസ് അല്ലെങ്കിൽ ഗേറ്റ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാർജിനൽ ബൺസ് ആണ്. മാർജിനൽ ബൺസ് എന്ന് പറയുമ്പോൾ ഈ എംപാക്മെൻറ്റ് എങ്ങനെയാണോ ആ എംപാക്മെൻറ്റിൻ്റെ കറക്റ്റ് പർപ്പസാണ് മാർജിനൽ ബൺസിലും വരുന്നത്. അടുത്ത് പറയുന്നത് സ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രോയിൻസ്. സ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രോയിൻസ് എന്ന് പറയുമ്പം റിവർ ബാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ഗ്രോയിൻസ് അല്ലെങ്കിൽ സ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവുക. ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ റിവർ ബാങ്കിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ സ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രോയിൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഇതിൽ വിയർ ആൻഡ് ബാരേജിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തന്നെ വിയർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, 2 തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. അത്രയാകുമ്പോഴത്തേക്കും ഫസ്റ്റ് മൊഡ്യൂൾ കഴിയും.